ബിനീഷ് ബ്രോ, നമ്മളൊരു ഹാപ്പി മൊമെന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അവസാനം പറഞ്ഞ് ആ ദിവസം വന്നെത്തി. അപ്പൊ ഇന്ന് മധുരം വെപ്പ് ചടങ്ങാണ്. ഞങ്ങളുടെ കൊച്ചിക്കാർ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അത്താഴൂട്ടം എന്ന് പറയും. അപ്പൊ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വെഡിങ്ങിന് മുമ്പുള്ള ഒരു ഫംഗ്ഷനാണ്. എന്താ നമുക്ക് പറയാനുള്ള? ദൈവം നിശ്ചയിച്ച ദിവസം ഇന്ന് തുടക്കിട്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയേറെ സന്തോഷം. അങ്ങനത്തെ സന്തോഷം മറക്കാൻ പറ്റേ അതിലേറെ നാള്. അപ്പൊ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും. ഭയങ്കര സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനുമാണ്. വലിയൊരു ഇവൻ്റാണ് നടത്താൻ പോണത്, വെഡ്ഡിങ്. അപ്പോൾ അതിനോട് മുമ്പായിട്ട് നാട്ടുകാർക്ക് കൂട്ടുകാർക്ക് എല്ലാം കൂടിയാണ് ഞങ്ങൾ ഈ മധുരം വെപ്പ് ചടങ്ങ് നടത്തണത്. അപ്പോൾ മുണ്ടമ്പിൽ പള്ളി ഹാളിലാണ് നടത്തണത്. അപ്പോൾ ഇന്ന് പ്രത്യേക ഒരു സർപ്രൈസ് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ താരയും കൂടി എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ പെണ്ണ് താരയും വരുന്നുണ്ട് ഈ ഫംഗ്ഷനിൽ. എല്ലാം ചെയ്യും. എന്നിട്ട് അതിനൊത്തണെങ്കിൽ പോവുക, എല്ലാവരും പ്രാർത്ഥിക്കുക. നല്ലൊരു ദാമ്പത്യ ജീവിതവർക്ക് നൽകണമെന്ന് പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ച് ആ അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കുക എന്നാണ്. പിന്നെ എല്ലാവരും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺസമ്മത്തിൻ്റെയും അല്ലാതെയുള്ള ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ്. അമ്മച്ചിക്കും ഉണ്ട്. അതുപോലെ തന്നെ അമ്മച്ചിയുടെ ഫോളോവേഴ്സാണ് എൻ്റെയും ഫോളോവേഴ്സ്. ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഞങ്ങളാണ്. ലോകമെമ്പാടും എല്ലാവരും കല്യാണം വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും എനിക്ക് അമ്മച്ചിക്ക് കല്യാണം വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് പേരൊന്നും വിളിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും പ്രാർത്ഥന മതി. എനിക്കറിയാമല്ല, നമുക്കൊരു 10-12 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളപ്പോൾ ഒരു 10,000-15,000 പേര് ഫംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിയാൽ കൂടില്ല. ഒന്നാമത്തെ ആ ക്രൗഡിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും വിളിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും പ്രാർത്ഥന വേണം. മനഃപൂർവ്വം വിളിക്കാനായിട്ടല്ല. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാവരും കാണുന്ന ആൾക്കാരൊക്കെ. എങ്കിലും ക്ഷണിക്കപ്പെട്ട ആൾക്കാരെ എല്ലാവരും വല്ലാതെ വേണം ഹാളിലെത്തുക. അതാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളുടെ സ്നേഹം എല്ലാവരും വന്ന് ജനീഷിൻ്റെ സ്നേഹം പങ്കിടുക. അതാണ് അത്യാവശ്യം. അപ്പോൾ ഫംഗ്ഷൻ അടുത്ത ദിവസം തന്നെയാണ്. ഞാൻ എന്താണെന്ന് അറിയാം, ഈ ഡേറ്റും ഈ സ്ഥലവും പറയാത്തുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ അമ്മച്ചിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് കല്യാണം വിളിച്ചില്ലെങ്കിലും വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ആകെ കുറച്ച് പേരാണ് ആ ഹാളിൽ കൊള്ളുള്ളൂ. 1500-ഓളം ആൾക്കാരാണ് ആ ഹാളിലുള്ളൂ. നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ഒരു 1000 പേരും കൂടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പ്രിയ ഞങ്ങളെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മച്ചിനെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇവിടെ പറയണേന്ന് നിങ്ങളുടെ പ്രാർത്ഥന മതി ഞങ്ങൾക്ക്. പിന്നെ നമുക്ക് നിങ്ങളൊക്കെ ഞാനും അമ്മച്ചിയും താരയും കൂടി എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം. ബ്രോ, കോസ്റ്റ്യൂം ബ്രോ സെലക്ട് ചെയ്താണോ? കോസ്റ്റ്യൂം കോസ്റ്റ്യൂം സൂട്ട് മെൻസ് വെയർ ആണ് എറണാകുളത്തുള്ള. എൻ്റെ ഇതുവരെയുള്ള കോസ്റ്റ്യൂം അവരാണ് തന്നേക്കണ. വെഡ്ഡിങ് ഫംഗ്ഷനിൽ വേറെ ആൾക്കാരാണ് ചെയ്തേക്കുന്നത്. അതിന് വെഡ്ഡിങ്ങിന് 2 ഫംഗ്ഷൻ ഉണ്ട്. പള്ളിയിൽ കെട്ടുണ്ട്, തയ്ക്കുന്ന റിസപ്ഷൻ ഉണ്ട്. ഒത്തിരി ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ആരൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ആൾക്കാരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. കല്യാണം ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ അതാണ് എൻ്റെ കല്യാണം. അപ്പോൾ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ വരുമെന്ന് എനിക്കറിയാമല്ലോ. എല്ലാവരും തിരക്കുള്ള ആൾക്കാരല്ലേ വരുന്ന. അതായത് സ്റ്റാർ മേജിക്കിൽ ഒത്തിരി പേരുണ്ടാവും. സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ടാവും. സിനിമയിൽ നിന്നുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ടാവും. സൂപ്പർ സ്റ്റാറുകളെ ഒക്കെ വിളിച്ചിട്ടുണ്ട്. ആരും വരുമോ വരിയില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ദിലീപേട്ടനെ വിളിച്ച വീഡിയോ നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അദ്ദേഹത്തിന് വേറൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദിലീപേട്ടനൊക്കെ വരും. പിന്നെ വേടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേടൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എൻ്റെ വീടിൻ്റെ അവിടെ. അപ്പോൾ അമ്മച്ചിക്ക് എന്താ പറയാനുള്ള? വേടനും വരാൻ പറ്റില്ലെന്നാ പറയുന്നത്. വേടൻ എന്തോ ഫംഗ്ഷൻ ഉണ്ട്. അമ്മച്ചിക്ക് എന്താ പറയാനുണ്ട്? എല്ലാവരും വന്ന് ഈ മകനെ അനുഗ്രഹിക്കണം. ഈ മകൻ്റെ അനുഗ്രഹം തന്നെയാണ് എൻ്റെ ഭർത്താവ് അപ്പച്ചൻ ഇന്നില്ല. അതാണ് ഏറ്റവും വലിയ ദുഃഖം. ദൈവം അനുഗ്രഹിച്ച് ഇതിനെ ദാമ്പത്യ ജീവിതമാണ് എനിക്ക് ഏറ്റവും ആവശ്യം. അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനാണ്, ഭർത്താവിന് അപ്പച്ചാന്ന് പറയുന്നത്. അമ്മച്ചിക്ക് ഭയങ്കര എന്തൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പിന്നെ ഞാൻ ഫുഡ് നിങ്ങൾക്ക് ഓൺലൈൻ വീഡിയോക്ക് ഫുഡ് കല്യാണം അറിയിച്ചിട്ട് ഞാൻ ഏറ്റവും ട്രീറ്റ് ചെയ്തത് ആദ്യം ട്രീറ്റ് ചെയ്തത് ഓൺലൈൻ മീഡിയ തന്നെയാണ്. അപ്പോൾ അമ്മച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ അമ്മച്ചിയുടെ എൻ്റെയും എൻ്റെ വീട്ടുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എൻ്റെ കല്യാണം. കല്യാണത്തിൻ്റെ നല്ല പള്ളിയിലൊരു പാട്ടുകാരനായിരുന്നു. അപ്പം ചിലൊരു പരിശുദ്ധ മതി എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ കിട്ടാറുണ്ട്. പരിശുദ്ധം പാടുക വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ടാണ് അപ്പച്ചൻ പാട്ട് പാടുന്നത്. പാട്ടുകാരനായിരുന്നു അപ്പച്ചൻ. അതാണ് അപ്പച്ചിക്ക് തയ്ക്കാൻ പറ്റാത്തത്. അപ്പച്ചന് ഇപ്പം ഈ സമയത്തൊക്കെ അപ്പച്ചൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും
എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആളായേനെ. അപ്പോൾ അത്രയും പാട്ട് ട്യൂൺ ചെയ്ത് പള്ളികളിൽ പാടിയിട്ടുണ്ട്. അതാണ് അമ്മച്ചി പറയുന്നത്. അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇനി ഒരുപാട് പറയാന്നില്ല, ഒരുപാട് കാര്യങ്ങൾ സമയം കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ തമിഴ് സിനിമയിൽ നിന്ന് ആരെയും വിളിക്കൂന്നൊന്ന് പറഞ്ഞിരുന്നു, വിളിച്ചിരുന്നോ? വിജയ് സാറല്ലേ? വിജയ് സാറ് കാണാൻ പോലും കിട്ടല്ല. വിജയ് സാറിന് പരിചയമുണ്ട്. ഞാൻ തെരിയെന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചതാണ്. 10-18 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടെങ്കിലും പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷമോ എന്നെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയില്ല. എൻ്റെ പേരൊക്കെ ആ സമയത്ത് വിളിക്കുമായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കാണാനുള്ള ശ്രമമൊന്നും നടത്തിയില്ല. അദ്ദേഹം ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ രാഷ്ട്രീയവും അങ്ങനെയുള്ള കാര്യങ്ങൾ, സിനിമ ഇറങ്ങണ പരിപാടിയും കേട്ട്, അതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയിലേക്ക് തമിഴ്നാട്ടിലേക്കൊന്നും പോയില്ല. അപ്പോൾ എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ പരിപാടിയിലേക്ക് ഇറങ്ങട്ടെ. ഓക്കെ, താങ്ക് യു. വിജയൻ സാറ് തുടക്കം പിടിച്ച വിജയമാണ് എൻ്റെ മകൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാ വിജയ് സാറിന് സ്നേഹത്തോടെ ഏറ്റവും വലിയ സന്തോഷത്തോടെ നന്ദി പറഞ്ഞിരിക്കുന്നു. വിജയൻ സാർ എവിടെയുണ്ടെങ്കിലും എൻ്റെ മകൻ്റെ ആവശ്യത്തിന് വരാതിരിക്കരുത്. അമ്മച്ചി പറഞ്ഞ സത്യമാണ്. വിജയ് സാറ് കാരണമാണ് എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ അറിയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം. അതിന് മുമ്പ് ഞാൻ 10-100 പടത്തിലേക്ക് ഗുണ്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വിജയ് സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച പിന്നെ ലൈഫ് മാറിയത്. അമ്മച്ചിയും പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഫംഗ്ഷനിലേക്ക് ഇറങ്ങുന്നു. താങ്ക് യു.